അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിതം സമർപ്പിച്ച വലിയ മഹത്തുക്കളെ ലോകം അനുസ്മരിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഷേഖ് ഗീലാനി റളിയല്ലാഹു അസീസ്, ഷേഖ് റിഫായി റളിയല്ലാഹു തുടങ്ങിയ മഹാന്മാരുടെ സമസ്ത കേരള ജനതയുടെ നേതൃത്വങ്ങളായ വഫാത്തായ ചെറിയ പി ഉസ്താദ്, നെല്ലിക്കൂത്ത് ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ ഈ മാസങ്ങളിൽ അനുസ്മരിക്കപ്പെടുകയാണ്. എന്തായിരുന്നു ഇവർ അനുസ്മരിക്കപ്പെടാൻ കാരണം? വിശുദ്ധമായ ദീനിനെ ഓരോ കാലഘട്ടത്തിലും ദുർബലപ്പെട്ടു പോകുന്നതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവിതം ചെലവഴിച്ചവരായിരുന്നു ഇവരെല്ലാം. അതുകൊണ്ടാണല്ലോ ഷേഖ് ഗീലാനി തങ്ങൾക്ക് മുഹീദ്ദീൻ എന്ന പേര് ലഭിച്ചത്. ഈ പേര് ലഭിച്ചതിനെ കുറിച്ച് മഹാനവറുകളോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അവിടുത്തെ മറുപടി ഇങ്ങനെ മനസ്സിലാക്കാം. ഹിജ്റ 511 ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ബഗ്ദാദിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോഴാണ് ശരീരം ക്ഷീണിച്ച നിറങ്ങൾ പകർച്ചയായ രോഗിയായ ഒരു മനുഷ്യനെ ഞാൻ കാണുന്നത്. അദ്ദേഹം എന്നോട് സലാം പറഞ്ഞു. ഞാൻ സലാം അടക്കി. എന്നോട് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ആരോഗ്യം പ്രാപിക്കാൻ തുടങ്ങി. ആകർഷണീയമായ ശരീരഘടനയിലേക്ക് അദ്ദേഹം മാറുന്നത് കണ്ട് എനിക്ക് ഭയം വന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഇല്ലെന്ന് മറുപടി പറഞ്ഞ് എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദീനാണ്. നിങ്ങൾ കണ്ടതുപോലെ ഞാൻ ക്ഷീണിച്ച് രോഗിയായിരിക്കുന്നു. അള്ളാഹു നിങ്ങൾ കാരണത്താൽ എന്നെ ആരോഗ്യവാനാക്കി. യാ സയ്യിദി മുഹീദ്ദീൻ. അദ്ദേഹത്തിൽ നിന്ന് പിരിഞ്ഞ് ഞാൻ പള്ളിയിൽ എത്തിയപ്പോൾ ഒരാൾ എനിക്ക് ചെരുപ്പെടുത്തു തന്നു. അദ്ദേഹവും പറഞ്ഞു, യാ സയ്യിദി മുഹീദ്ദീൻ. നിസ്കാരശേഷം അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം എൻ്റെ കൈ ചുംബിച്ച് അവർ വിളിച്ചു, യാ സയ്യിദി മുഹീദ്ദീൻ. ഇതിനു മുമ്പ് ഇങ്ങനെ വിളിക്കപ്പെട്ടിരുന്നില്ല എന്ന് മഹാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നോക്കൂ, താൽക്കാലിക സുഖങ്ങൾക്ക് പിന്നാലെ ആളുകൾ പോകുന്ന അവസരത്തിൽ ജീവിത ലക്ഷ്യങ്ങളെ മറന്ന് സുഖലോലുപരമായി അവർ മാറിയപ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തുകയും ശ്രേഷ്ഠമായ റബ്ബിലേക്ക് അവരുടെ ഹൃദയങ്ങളെ തിരിക്കുകയും ചെയ്ത മഹാനുഭാവനാണ്. റബ്ബ് നൽകിയ ബഹുമതിയാണ് നാം കാണുന്നത്. കൂട്ടുകാരെ, നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് പേർ സോഷ്യൽ മീഡിയ ഫാൻസികൾ യാഥാർത്ഥ്യങ്ങളെ മറന്ന് സ്വപ്നലോകത്ത് ജീവിക്കുന്നവർ. അവരെ നേർവഴിയിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് പ്രചോദനമാണ് ഷേഖ് ഗീലാനി തങ്ങൾ. അവരുടെ മദത് പ്രതീക്ഷിച്ചു നമുക്ക് വിളിക്കാം, യാ ഷേഖ് മുഹീദ്ദീൻ. ഏറ്റവും പ്രിയം പറഞ്ഞ നമ്മുടെ എസ്ഐസിൻ്റെ അംഗമായ ഡോക്ടർ ഷവറുകൾ, മറ്റു നമ്മുടെ സദസ്യ സന്നിധരായ നമ്മുടെ SSFിൻ്റെ ജൂനിയർ എന്ന് പറയപ്പെടുന്ന SBS-ലെയും അത് കഴിഞ്ഞ് SSFിലേക്ക് എത്തിയിട്ടുള്ളതായ ഭാരവാഹികൾ, നാമൊക്കെ നിന്ന് ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലല്ല, മുമ്പത്താഴ്ച നമ്മുടെ മഷൂർ ഉസ്താദിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഔക്കർച്ചാൻ്റെ വീട്ടിലും യോഗം കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതുകൊണ്ടൊക്കെയുമുള്ള ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിലും അതുപോലെ ഓരോ സംഘത്തിലും നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് സന്ദേശമായി അറിയിച്ചു കൊടുക്കാറുണ്ട്. അതേ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സമയവും നമ്മൾ ഗെയിം കളിച്ചൊക്കെയും തീർക്കുന്ന ഈ കാലഘട്ടം
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക്